നമസ്കാരം. ഇന്ന് ഇൻഡോർ ഗാർഡനിങ് ടോപ്പിക്കല്ല നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയല്ലോ, അതുകൊണ്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ മഴ നനയാൻ പാടില്ലാത്ത ചെടികളില്ലേ, കലഞ്ചോ, പെറ്റൂണിയ, ഇതെല്ലാം മഴ കൊള്ളാത്തൊരിടത്തേക്ക് മാറ്റി വയ്ക്കണം. അതേപോലെ ചെടികളെല്ലാം നമുക്ക് ഡീപ്പ് പ്രൂൺ ചെയ്യാം. കാരണം ഇപ്പോൾ പൂക്കളൊന്നും അധികം കാര്യമായിട്ടുണ്ടാവില്ല, പക്ഷേ വെജിറ്റേറ്റീവ് ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും. അതായത് ചെടി പെട്ടെന്ന് വളർന്ന് കാട് പിടിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടിയൊതുക്കി നിർത്താം. പിന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് റീപോട്ടിങ്. വലിയ ചെടികളായ ചെമ്പരത്തി, റോസ് ഇതൊക്കെ നമ്മൾ ചട്ടിയിൽ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ റീപോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു ചെടി റീപോട്ട് ചെയ്യാറായി എന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നറിയോ? ചെടിയിലെ ഇലകളും പൂക്കളും ചെറുതാവും. ഇതിന് കാരണം റൂട്ട് ബൗണ്ട് എന്ന കണ്ടീഷനാണ്. റൂട്ട് ബൗണ്ട് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വേര് വളർന്ന് ചട്ടിയിൽ നിറയുന്നൊരവസ്ഥ. അങ്ങനെ ഒരു ചെടി റൂട്ട് ബൗണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടിക്ക് ആവശ്യത്തിന് ന്യൂട്രീഷ്യൻസ് കിട്ടില്ല. അതേപോലെ തന്നെ ഈ ഡ്രെയിനേജ് ഹോളിലൊക്കെ വേര് വന്ന് അടഞ്ഞിട്ട് വെള്ളം പെട്ടെന്ന് വാർന്നു പോവില്ല. അങ്ങനെ വരുമ്പോൾ ചെടിയുടെ വളർച്ച മുരടിച്ച് പതുക്കെ ചെടി ഉണങ്ങിപ്പോവും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് റീപോട്ട് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഷൂട്ട്സ് പ്രൂൺ ചെയ്യണം. മഴക്കാലത്ത് ചെയ്യുമ്പോൾ ഡീപ്പ് പ്രൂൺ നമുക്ക് ചെയ്യാം. അതായത് ആവശ്യമാണെങ്കിൽ നന്നായി താഴ്ത്തി വെട്ടാം കൊമ്പുകളൊക്കെ. ഇനി പ്രൂൺ ചെയ്യേണ്ടത് റൂട്ട്സ് ആണ്. കണ്ടോ, പോട്ടിൻ്റെ താഴെ നമ്മൾ വെച്ചിരുന്ന നെറ്റിലൂടെ വേര് പുറത്തേക്ക് വളർന്നു. ഈ വേരുകളും നന്നായിട്ട് വെട്ടണം. ചെടിയിൽ നിന്ന് 2-3 ഇഞ്ച് നീളം നിർത്തിയിട്ട് ബാക്കിയുള്ള വേരൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഇപ്പോൾ നമ്മൾ റൂട്ടും ഷൂട്ടും നന്നായി പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. പ്രൂൺ ചെയ്തതിന് ശേഷം ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുന്നത് നല്ലതാട്ടോ. ഇനി ഇത് ചട്ടിയിൽ നടാം. പഴയ നടിമിശ്രിതത്തിൽ ഒരിക്കലും വീണ്ടും അത് നടരുത്. പുതിയതായി തയ്യാറാക്കിയ പോട്ടി മിക്സ്ചറിലാണ് നമ്മൾ നടേണ്ടത്. അപ്പോൾ ഈ ഒരു പോട്ടി മീഡിയം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് മണ്ണും ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും ചേർത്തിട്ടാണ്. റീപോട്ട് ചെയ്യുമ്പോൾ ഈ ചെടി മുൻപ് നട്ടിരുന്ന ചട്ടി ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു ചട്ടിയിലേക്ക് ഇത് നടാം. അപ്പോൾ ചെടി കുറച്ചും കൂടെ വലിപ്പം വയ്ക്കും. പക്ഷെ ഞാനിപ്പോൾ സെയിം ചട്ടിയിൽ തന്നെയാണ് നടുന്നത്. പോട്ടി മീഡിയം പുതിയതാണെന്ന് മാത്രം. ഇപ്പോൾ ചെടി നട്ട് കഴിഞ്ഞു. ഇനി നന്നായി നനയ്ക്കുക. എന്നിട്ട് നല്ല വെളിച്ചമുള്ളൊരു ഭാഗത്ത് വയ്ക്കുക. റീപോട്ടിങ് പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. ചെമ്പരത്തി മാത്രമല്ല കേട്ടോ, ഇലച്ചെടികളും അതേപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് ഫേൺസൊക്കെ പെട്ടെന്ന് റൂട്ട് ബൗണ്ട് ആവുന്നതാണ്. അപ്പം അതും എത്രയും പെട്ടെന്ന് റീപോട്ട് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴാണ്, ഈ മഴക്കാലമാണ് അതിനെപ്പറ്റി ഏറ്റവും നല്ല സമയം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്